ഹലോ സുഹൃത്തുക്കളെ, കമറുസമാൻ തിരിച്ച് പോവാണ് കേട്ടോ. എയർപോർട്ടിലാണ്. ചെക്ക് ഇൻ കൗണ്ടറൊക്കെ കഴിഞ്ഞ് തിരിച്ച് എമിഗ്രേഷനിൽ പോകുന്ന വഴിക്ക് നടന്ന് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്കാണ് എനിക്ക് ഓർമ്മ വന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് പോവാം. അപ്പോൾ ഞാൻ എമിഗ്രേഷനിലോട്ട് പോകണം. എമിഗ്രേഷനിൽ കണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരാണ്. എന്തിനാണ് ഈ വരി നിൽക്കണമെന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ആലോചന എന്നല്ല, ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കറിയാലോ എന്തൊക്കെയാണ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ. അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയാണ് എമിഗ്രേഷൻ. ഈ കാണുന്ന ജനങ്ങളെല്ലാം വരി നിൽക്കുന്ന എമിഗ്രേഷൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളതിന് വെയിറ്റ് ചെയ്യുന്നില്ല. ഇതാ നമ്മൾ ഈ ഗേറ്റ് വഴി ഫാസ്റ്റ് ട്രാക്ക് എമിഗ്രേഷൻ ചെയ്ത് പുറത്ത് കാണാൻ പോകണം. ഞാൻ എൻ്റെ പാസ്പോർട്ടും അതേപോലെ തന്നെ എൻ്റെ ബോർഡിംഗ് പാസും സ്കാൻ ചെയ്തു. ദാ ഗേറ്റ് ഇപ്പോൾ തുറക്കും. റെഡി 1 2 3 ഗോ. ഗേറ്റ് തുറന്നു ഇവിടെ നമ്മളുടെ ബയോമെട്രിക്സ് ഫേസും അതുപോലെ ഫിംഗറും ഒന്ന് സ്കാൻ ചെയ്യുന്നതോട് കൂടി ആ പ്രോസസ്സ് തന്നെ കംപ്ലീറ്റ് ആയി. ഇപ്പോഴും കണ്ട ഇവരൊക്കെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ആ സിമ്പിളായിട്ടുള്ള പ്രോസസ്സ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. FTI TTP എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് എമിഗ്രേഷൻ്റെ വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റ ID ഉണ്ടാക്കുന്ന ലാഘത്തോടെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളുടെ ഇമെയിൽ ID, ഒരു ഫോൺ നമ്പർ, നമ്മളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പാസ്പോർട്ട് ഇത് അപ്ലോഡ് ചെയ്യുക, ഒരു QR കോഡ് ജനറേറ്റ് ആവും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെന്താ ഇങ്ങനെയൊക്കെ, വേറെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കാരണം ആ രാജ്യം നമ്മുടെ രാജ്യം ഒരിക്കലും കമ്പയർ ചെയ്ത് നമ്മളുടെ വികസ്വര രാജ്യമാണ്. സെക്യൂരിറ്റി റീസൺ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. ഞാനങ്ങനെ ചെയ്തു. QR കോഡ് ജനറേറ്റ്. ഈ QR കോഡ് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ FROയുടെ ഓഫീസ് അവിടെ പോവുക. ആ QR കോഡ് ഈ ഫാസ്റ്റ് എമിഗ്രേഷൻ ഈ ഗേറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ എമിഗ്രേഷൻ ഓഫീസർ ഉണ്ടാവും. അവർക്ക് ഇതൊന്നും കാണിച്ചു കൊടുത്ത് അവർ സ്കാൻ ചെയ്യും. നമ്മളുടെ ബയോമെട്രിക്സ് എടുക്കും. നമ്മളുടെ ഈ പ്രോസസ്സിലോട്ട് അവർ എൻറോൾ ചെയ്യും. വിത്തിൻ 1 വീക്കിൻ്റെ ഉള്ളിൽ അത് ആക്റ്റീവ് ആയി എന്ന് പറഞ്ഞിട്ടൊരു മെയിലും കിട്ടും. അത്രയേ ഉള്ളൂ പ്രോസസ്സ്. അതൊക്കെ കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും ഇതുപോലെ തന്നെ ഈസി ആയിട്ട് മൂവ് ചെയ്യാം. നാടോടും നടുവിടണം. ഇല്ലാന്നുണ്ടെങ്കിൽ നാട്ടുകാരെ എടുത്തിട്ട് കിണറ്റിലിടും. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പോവാണ്. കുറേ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ പേറി ഇതാ ഫ്ലൈറ്റ് കയറി വന്നപ്പോൾ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഒന്ന് ശ്വാസം എടുത്ത് ആയപ്പോൾ റിയാദ് എയർപോർട്ടിലെത്തി. അവിടെ ഇറങ്ങിയപ്പോൾ ഭയങ്കര വിശപ്പ്. അപ്പോൾ ഞാൻ ലോഞ്ചിൽ കയറി നല്ലോണം ഒന്ന് ഭക്ഷണം ഒന്നുകൂടിയും കഴിച്ച് അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അടുത്ത ഫ്ലൈറ്റ് കയറി അൽഹംദുലില്ലാ ദമ്മാമിലെത്തി. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.